നീ നശിച്ചു പോകും, നീ തകർന്നു പോകും, നീ മുടിഞ്ഞു പോകും എന്ന് നിങ്ങളെ നോക്കി ആരെങ്കിലും ശപിക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണത്. ആർക്കും തരാത്ത ഒരു പ്രതിസന്ധി നിനക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആർക്കും തരാത്ത ഒരു അനുഗ്രഹം നിനക്ക് തരാൻ പോവുകയാണ്. തീർച്ചയായും അറിഞ്ഞുകൊള്ളുക, ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കഷ്ടതകളുടെയും കണ്ണുനീരിന്റെയും നടുവിലൂടെ കടന്നു പോകുന്ന ചിലരിലൂടെ വന്നിട്ടുണ്ടായിരിക്കാം. എവിടെ പ്രതിസന്ധിയുണ്ടോ, എവിടെ ദുഃഖമുണ്ടോ, അവിടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. എവിടെ ഞെരുക്കമുണ്ടോ, അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. നിന്റെ വീട് തകർന്നു പോകുന്ന ആര് പറയുന്നു? നിന്റെ വീട് അനുഗ്രഹിക്കാൻ പോകുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. യൗസേപ്പിനെ പൊട്ടക്കിണറ്റിലേക്ക് ചവിട്ടി താത്തുമ്പോൾ നാട്ടുകാരല്ല, സ്വന്തം വീട്ടുകാരാണ്. ആ കുപ്പായം വലിച്ചൂരുമ്പോൾ ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിക്കകത്ത് കിടന്ന് പിടഞ്ഞു തകരുമെന്ന് ലോക ജനത വിധി എഴുതിയെങ്കിൽ, അതേ സെയിം ടൈമിൽ കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഫറവോന്റെ കൊട്ടാരത്തിൽ, മിസ്രൈം രാജകൊട്ടാരത്തിൽ രാജാവിന് തുല്യമായ ഒരു മേലങ്കി യഹോവയെ ദൈവം അവന് വേണ്ടി പണിയുകയായിരുന്നു. ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പള്ളിയുടെ മുറ്റത്ത് വന്നിരിക്കുന്നവരോട് അച്ഛൻ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് നെഞ്ചു പൊട്ടുന്ന വേദനകളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തകർച്ചകളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണത്, എൻ്റെ സിംറ്റംസ് ആണ്. ഈ മരുഭൂമി യാത്രയിൽ നിങ്ങൾ തനിച്ചല്ല, നിങ്ങളുടെ കൂടെ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. തകർന്നു പോകരുത്, പതറിപ്പോകരുത്. സാരാഫാത്തിൽ വിധവയെടുത്ത് ചെന്നിട്ട് പ്രവാചകൻ ഇങ്ങനെ ചോദിച്ചേക്കാം, ചേച്ചി കുടിക്കാൻ അല്പം വെള്ളം തരാമല്ലോ പ്രവാചക, പോരുന്ന വഴി കയ്യിൽ ഒരു അപ്പം കൂടി എടുക്കണം. നടക്കില്ല, ദേശത്ത് മുഴുവൻ പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, കുഞ്ഞുങ്ങൾ ചത്തുപോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കലത്തിൽ കുറച്ച് മാവും എൻ്റെ ഭരണിയിൽ കുറച്ച് എണ്ണയുള്ളൂ, ഞാനും എൻ്റെ മകനും കൂടെ തിന്നു കുടിച്ച് മരിക്കാൻ തീരുമാനമെടുത്ത് ലാസ്റ്റ് റൗണ്ടിൽ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാന റൗണ്ടിൽ ഒരുപക്ഷെ ഈ പള്ളിയുടെ മുറ്റത്ത് വന്നിരിക്കുന്ന ചിലരെങ്കിലും അവസാന ജീവിതം മടുത്തുപോയ കടുത്ത നിരാശയിൽ നിന്ന് അവസാന റൗണ്ടിലൂടെ യാത്ര ചെയ്യുന്നവരായിരിക്കാം. തകർന്നു പോയവർ, പ്രയാസങ്ങൾ നടുവിലൂടെ പോയവർ. അവരോട് ഓർമ്മിപ്പിക്കട്ടെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കട്ടെ, നിന്റെ കണ്ണുനീരുകളെയും പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും നീ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഒരു കാലത്ത് നിന്റെ കലത്തിൽ മാവ് തീർന്നു പോകുകയില്ല. ഒരിക്കൽ പോലും നിന്റെ ഭരണിയിലെ എണ്ണ വട്ടിപ്പോകുകയില്ല. അസാധ്യമായ വഴികളിലൂടെ, അസാധാരണ മേഖലയിലൂടെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. വിശ്വസിക്കുന്നുവെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കെട്ടില്ലാത്ത വഴികളിലൂടെ ദൈവം നിന്നെ കൊണ്ടുപോകും.